നമസ്കാരം. ഒരു ചിത്രം 1000 വാക്കുകളേക്കാൾ ഫലപ്രദമാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേതാക്കളെടുത്ത ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അവർക്ക് വലിയ തോതിലുള്ള കുരിശായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്ന ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. താൻ ജീവിതത്തിൽ ഒരു തവണയും മറ്റോ കണ്ടിട്ടുള്ളൂ പോറ്റി എന്ന് പറഞ്ഞ കടകംപള്ളിക്ക് പിന്നീട് എല്ലാം മാറ്റി പറയേണ്ടി വന്നു. കാരണം കടകംപള്ളിയും പോറ്റിയും കൂടെയുള്ള ചിത്രങ്ങൾ നിരവധിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ പിതാവിനെ ആദരിക്കുന്നു, ഒരു സമ്മാനം കൊടുക്കുന്നു. ആ സമ്മാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ വീട്ടിൽ നിന്ന് സമ്മാനം എടുത്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു എന്നൊക്കെയാണ് ആപ്പാടെ എത്തുംപിടിയും കിട്ടാത്ത അവസ്ഥയിൽ കടകംപള്ളിക്ക് തട്ടിവിടേണ്ടി വന്നത്. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചവർ കണ്ടുമുട്ടിയതിൻ്റെയൊക്കെ തന്നെ പല അവസരങ്ങളിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ന് പുറത്തു വരുന്നത് അടൂർ പ്രകാശുമൊത്തുള്ള, അതായത് UDF കൺവീനർ അടൂർ പ്രകാശുമൊത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങളാണ്. നേരത്തെ കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയപ്പോൾ അവിടെയും അടൂർ പ്രകാശിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നത് മറ്റൊരു ചിത്രമാണ്. അടൂർ പ്രകാശ് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തു വെച്ചും പല സ്ഥലങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ഏതോ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കവറ് അടൂർ പ്രകാശിന് കൈമാറുന്നതും, അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായിരുന്ന റാവു ഒരു ഉപഹാരം അടൂർ പ്രകാശിന് കൈമാറുന്നതൊക്കെ തന്നെ ഈ ചിത്രങ്ങളിൽ കാണാനുണ്ട്. എന്താണ് ഇതിൽ ഈ കവറിലുണ്ടായിരുന്നത്, എന്താണ് ഈ ഉപഹാരം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമില്ലാത്ത ഇടത് വലത് നേതാക്കൾ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാവർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ആവശ്യമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവരെ കൊണ്ടും ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പരസ്പര സഹകരണ സംഘമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർക്കെല്ലാം ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയായിരിക്കാം കോൺഗ്രസ് നേതാക്കളെയും LDF നേതാക്കളും ഒക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് പറയുമ്പോൾ പരമാവധി ഒഴിഞ്ഞു മാറാനും തങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. സോണിയാഗാന്ധിയെ പോലെയുള്ള അതീവ സുരക്ഷ ആവശ്യമുള്ള ഒരു വലിയ നേതാവിനെ പെട്ടെന്ന് കാണുക ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. ഈ വിവാദങ്ങളിൽപ്പെട്ട് ഇയാളൊരു കൊള്ളക്കാരനാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ ഇയാൾ ആരാണെന്നുള്ള കാര്യം നമുക്കാർക്കും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി സോണിയാഗാന്ധിയുടെ അടുത്ത് വീട്ടിൽ ചെന്ന് അവരുടെ കയ്യിൽ എന്തോ രക്ഷകെട്ടി കൊടുക്കുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. അതുപോലെ കോൺഗ്രസിലെ കേന്ദ്ര നേതാക്കളുമൊക്കെ തന്നെ ഇയാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ അടുത്ത് ഇയാളെ എത്തിച്ചത് ആരാണ് എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം നേരത്തെ LDF സർക്കാർ വരുന്നതിന് മുമ്പ് UDF സർക്കാർ വരുന്ന കാലത്തും ഇയാൾ ശബരിമലയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ശബരിമല എന്നല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആര് ഭരിച്ചാലും അവരുടെ എല്ലാം ഒരു സഹായിയായി, ഒരു അർത്ഥം നമ്മൾ പറയാവുന്ന ഒരു വാക്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ ഈ നേതാക്കന്മാരെല്ലാവരും തന്നെ വിശദീകരിച്ച് മെഴുകുകയാണ്. കാരണം എന്താണ് പറയേണ്ടതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ആദ്യം ഒരിക്കലും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ നേതാവ് തന്നെ പിന്നീട് അറിയാം, 1-2 തവണ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നൊരവസ്ഥയാണ്. പണ്ട് സോളാർ വിവാദം നടന്ന കാലത്ത് ഒരു സിനിമാ താരത്തിൻ്റെ വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട് അന്ന് പല കോൺഗ്രസ് നേതാക്കന്മാരും തപ്പിത്തടഞ്ഞ് ബബ്ബ അടിച്ചത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ വേറൊരു പതിപ്പ് തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശ് ഇന്ന് ഡൽഹിയിൽ വിശദീകരണമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് താൻ അയാളിരുന്ന് ഉപകാരമൊന്നും സ്വീകരിച്ചിട്ടില്ല, തങ്ങളുമായി അത്തരത്തിലുള്ള ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോഴും എന്തൊക്കെയോ ഇവരെല്ലാവരും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു അദൃശ്യ ശക്തിയായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആൾ ചില്ലറക്കാരനല്ല. പ്രമുഖരെല്ലാം ഇടയിലേക്ക് നുഴഞ്ഞു കയറി എന്തിനേറെ ശബരിമല തന്ത്രിയെപ്പോലും തൻ്റെ ചൊൽപ്പടിയിൽ നിർത്താനും കഴിഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാര്യം സാധിക്കാനും പണമുണ്ടാക്കാനും വേണ്ടി എന്ത് ഹീനമാർഗവും സ്വീകരിക്കാൻ മടിക്കാത്ത ഒരാൾ എന്നുള്ള നിലയിൽ ഇവരെല്ലാം വീഴ്ത്താനുള്ള വിദ്യകൾ ഇയാളുടെ കൈവശമുണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഒരുപക്ഷേ ഈ നേതാക്കന്മാരെയൊക്കെ കേരളത്തിന് പുറത്ത് പലയിടത്തും കൊണ്ടുപോയി സൽക്കരിച്ചതിൻ്റെയൊക്കെ തന്നെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ ഒക്കെ ഇയാളുടെ കൈവശമുണ്ടോ, ഇയാൾ അത് ഉപയോഗിച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയം പോലും ഇക്കണക്കിന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അവരുടെ പലരുടെയും ദൗർബല്യങ്ങൾ എന്താണെന്ന് വളരെ എളുപ്പം മനസ്സിലാക്കി കഴിയുന്ന ഇത്തരം തട്ടിപ്പുകാരും കൊള്ളക്കാരും അതുപോലെ കുട്ടിക്കൊടുപ്പുകാരും ഒക്കെ തന്നെ അവരെ അതിന് വശംവദരാക്കുകയും പിന്നീട് അത് പറഞ്ഞവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ നേരത്തെ നിലവിലുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കഴുത്ത് വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ വിശദീകരിച്ചത് മുഴുവൻ ഫൗളായതുപോലെ അടൂർ പ്രകാശം കാര്യങ്ങൾ വിശദീകരിച്ചതൊന്നും തന്നെ തൃപ്തികരമാണ് എന്ന് പറയാൻ കഴിയുകയില്ല. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ നേതാക്കളും ഡൽഹിയിലുണ്ട്.
അവരിന് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് കാണേണ്ടി വരും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയൊരു പ്രതിഭാസം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം എല്ലാ നേതാക്കളും അയാൾക്ക് വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരുടെയും ഒരാൾ തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളും ചിത്രങ്ങളുമൊക്കെ കാണുമ്പോൾ വിശ്വസിക്കാൻ തോന്നുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആൾ ചെറിയ മീനല്ല, അയാൾക്ക് ഇവരെ എല്ലാവരെയും വീഴ്ത്താനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് തന്നെ വേണം കണക്കാക്കാൻ.